വിണിയിരിക്കുകയാണ്. ഏതായാലും അർജന്റീന ആരാധകർ വലിയ നിരാശയിലാണ്. നമുക്ക് ആരാധകരോട് ചോദിക്കാം, ചേട്ടാ എന്ത് പറ്റിയെന്ന്? ഇതുവരെ കമ്മിറ്റിയിലെ സഹായം സെവൻസ് ടീമിനായിട്ട് കളിച്ചത് ആൺകുട്ടികളെ കിട്ടിയപ്പോ എവിടെ പോയി മെസ്സി? ഇത്ര നാണം കെട്ട തോൽവിക്ക് കാരണം നാണം കെട്ട അന്യായ നാണം കെടല് തോൽവിക്ക് കാരണം ഇത്ര വലിയ തോൽവിക്ക് മോശം കളിയായിരുന്നു അർജന്റീന കാഴ്ചവെച്ചത്. സ്പെയിൻ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിച്ച് കളി ജയിച്ചു ചെയ്തു. സ്പെയിൻ ചേട്ടാ എന്ത് പറ്റി? എന്ത് തോന്നുന്നു? തോൽവിക്ക് എന്ത് തോന്നുന്നു? സ്പെയിന് സൂപ്പറായി കളിച്ചു, നന്നായി കളിച്ചു. അർജന്റീന തോറ്റുപോയിരിക്കുന്നു. ഒരു സൂക്ഷ്മദർശിനിക്ക് ഓർഡർ എടുത്തുകൊണ്ട്, അതായത് അർജന്റീന കാലുകളിൽ ബോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മെസ്സി ഒന്ന് കാണാനില്ലായിരുന്നു. ഞാൻ ആ സൂക്ഷ്മദർശിനി വെച്ച് നോക്കുന്നുണ്ട്. ഗോൾഡൻ ബൂട്ടായിട്ട് ചക്കാൻ ഫ്രഞ്ചിലായി പറഞ്ഞു. മെസ്സി ഫൈനൽ അന്തസ്സായിട്ടാണ് തോറ്റിട്ടാണ് പുറത്തായത്. ഓക്കെ, പറയാനൊന്നുമില്ല. കുട്ടികൾ നല്ല കളിച്ചിട്ടാണ് കൊണ്ടുപോയത്, അല്ലാതെ ഭാഗ്യം തെളിഞ്ഞതൊന്നല്ല. ഇത് ഭാഗ്യം തെളിഞ്ഞതല്ല. മെസ്സി പോവുക, ഔട്ടാവുക. ഇനി വേണ്ടിയാണ് കളിച്ചിട്ടാണ് കൊണ്ടുപോയത്. കുട്ടികൾ കളിച്ചിട്ടാണ് കൊണ്ടുപോയത്. മെസ്സി കൂട്ടാൻ പോയി. അർജന്റീന എവിടെ പോയി? ബ്രസീലിനില്ലാത്ത കപ്പ് ഓർക്ക് കിട്ടരുത്, അത്രേ ഉള്ളൂ. ഇതിലൊരു സങ്കടപരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു ഷോട്ട് ടാർഗറ്റ് പോലും അടിക്കാൻ പറ്റിയില്ല. അവർക്ക് അടിക്കാൻ പറ്റിയില്ല. ഇതാ കമ്മിറ്റി ടീം. ഇത് കള്ളക്കളി കളിച്ച് ജയിച്ച എത്ര കാലം. അതുപോലല്ല ഇന്നത്തെ കളി യക്ഷ്മേമാണ് തൂക്കി. ഒരു മാസം നീണ്ട ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീണിരിക്കുകയാണ്. ഒരു ഗോളിന് സ്പെയിൻ അർജന്റീനയെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ആരാധകരെല്ലാവരും വലിയ നിരാശയിലാണ്. വീണ്ടും 2030 അർജന്റീന കപ്പടിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.